അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും അടൂരിലെ വസതിയിൽ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുക. 2 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ ഘട്ടത്തിൽ പല ചോദ്യങ്ങളിൽ നിന്നും രാഹുൽ ഒഴിഞ്ഞുമാറുകയും പല ചോദ്യങ്ങൾക്കും വ്യക്തമല്ലാത്ത ഉത്തരം നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ ഈ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഉള്ള ആളുകൾ കൂടുതൽ ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്നു. പുതിയ ശബ്ദരേഖ ഉൾപ്പെടെ വന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം രാഹുൽ രാജിവെക്കണമെന്ന ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം ഒരു മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തോടുകൂടി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം രാഹുൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ രാവിലെ തന്നെ MLA സ്ഥാനം രാജിവെക്കില്ല എന്നൊരു നിലപാട് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. കാരണം ആ ഘട്ടത്തിൽ രാജിയിലേക്ക് ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നൊരു ഘട്ടത്തിലായിരുന്നു. തൽക്കാലം രാജിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉറപ്പിച്ച പറഞ്ഞിരുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കടക്കുമെന്ന് തോന്നില്ല. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ഇതുവരെ പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തേജോവധം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വിശദീകരിക്കാൻ രാഹുൽ മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.